ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മളൊരു അത്തം ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് തലേ ദിവസം നമ്മൾ പൂവൊക്കെ മേടിച്ച് എന്താ പറയുക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നീറ്റ് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ വന്ന് നമ്മളെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, അതായത് അടിച്ചു വാരി തുടച്ചിടുക എന്നുള്ള പരിപാടി. അപ്പോൾ വേഗം അടിച്ചു വാരിയ ശേഷം ബബ്ലുവിനെ ഒന്ന് കുളിപ്പിച്ചു കൊടുത്തു. അവരിന്ന് അമ്പലത്തിലൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് അവളെ റെഡിയാക്കി കൊടുത്തു. കുറച്ച് പൂവൊക്കെ പുറത്തുനിന്ന് പൊട്ടിക്കാൻ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിച്ചക്കനും മോളും കൂടി നല്ല കളിയായിരുന്നു. അവരെന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര സെറ്റാണ് കേട്ടോ. ബബ്ലു ഫുൾ ടൈം ഉണ്ണിയുടെ കൂടെയാണ് വീട്ടിലുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ കുസൃതി കുറുമ്പൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊരു സ്നേഹിക്കലുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഹാൾ അടിച്ചു വാരി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലും കൂടി ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് ഇവിടെയും അടിച്ചു വാരിയിടണം. അപ്പോൾ അമ്മ ഒരു 2 ഇഡ്ഡലി ബബ്ലുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കർട്ടനൊക്കെ നീക്കിയിട്ടു. ജനലുകൾ രണ്ടും തുറന്നിടാമെന്ന് വിചാരിച്ചു. ഇതിന് നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടേ. നോക്കണ്ടമ്മേ. പിന്നെ നമ്മളെല്ലായിടത്തും അടിച്ചതിന് ശേഷം എല്ലായിടത്തും തുടയ്ക്കുകയാണ് കേട്ടോ. എല്ലാ ഭാഗവും തുടച്ചെടുക്കുകയാണ്. അല്ലാതെ മാറ്റി വെച്ചിട്ട് തന്നെ തുടയ്ക്കണേ. കഴിഞ്ഞ ദിവസം സോഫൊക്കെ നീക്കി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എന്നെക്കൊണ്ട് പറ്റണത്ര മാറാലകളൊക്കെ ഞാൻ അടിച്ച് നീക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബബ്ലു പൂ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീനും ബബ്ലും കൂടിയിട്ട് പോയിട്ട് കുമ്പിളൊക്കെ കുത്തി, ഇല കൊണ്ട് കുമ്പിളൊക്കെ കുത്തി പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പൂക്കൾ മേടിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ചാണകമൊക്കെ കൃഷിക്കൊക്കെ വേണ്ടി അമ്മ കൊടുന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വട്ടനെ മുറ്റത്ത് തേക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് മുറ്റത്ത് അവിടെ ചെറിയ ബേബി മെറ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗ്രാനൈറ്റിൽ തന്നെയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. വട്ടനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പൂവ് പൊട്ടിച്ച് കൊടുന്നില്ലേ, അതിൻ്റെ പൂവിൻ്റെ തണ്ടൊക്കെ പിന്നും ഉണ്ണിയും കൂടിയിട്ട്
കളയുന്നുണ്ട്, പൂ മാത്രം സെപ്പറേറ്റ് വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ശരിക്കും മുക്കുറ്റി നമ്മൾ എടുത്ത് നോക്കിയാൽ ഓരോ പൂവിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് കാണില്ല. അതിനിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഏതൊരു പൂവ് എടുത്താലും അതിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേക ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് തന്നെ മുക്കുറ്റി സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വാടാർമല്ലി വയലറ്റ് കളർ പൂവ് ചുറ്റോറം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ ചെണ്ടുമല്ലിയാണ് നമ്മൾ പിന്നീട് ഇട്ട് കൊടുത്തത്. നമ്മൾ അധികം പൂവ് മേടിച്ചിട്ടില്ല, നമ്മൾ കുറച്ച് പൂവാണ് മേടിച്ചത്. ഈ പൂവിന് തന്നെ 50 രൂപ ഉണ്ട് തോന്നുന്നുണ്ട്, ചെറിയൊരു ഒരു ദിവസത്തിന് ഇടാനുള്ള. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഓറഞ്ച് കളറ് ചെണ്ടുമല്ലിയാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൂ റൗണ്ടിനിട്ട് പിന്നെ അവസാനമായപ്പോൾ വീണ്ടും റൗണ്ടൊന്ന് വേറൊരു വേർഷൻ അതിൻ്റെ റൗണ്ടിൽ വേറൊരു ഇത് രണ്ടും മിക്സാക്കിയിട്ട് മഞ്ഞയും അതുപോലെ തന്നെ ജമന്തിപ്പൂവും കൂടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്തൊരു ജമന്തി തന്നെയല്ലേ പറയുക, ജമന്തി തന്നെയാണ് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ പൂക്കൾ കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ബബ്ലു വാശിയിലായിട്ടാണ്. ബബ്ലുവിന് പോവാനുള്ള അതൊക്കെ റെഡിയാക്കി കൊടുത്തു. അവളെ വളയും മാലൊക്കെ ഇട്ട് കൊടുത്ത് കമ്മലൊക്കെ ഇട്ട് കൊടുത്തു. കമ്മലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി ഇവിടെ പൂവും ഇതൊക്കെ കണ്ടിട്ട് ലീഫൊക്കെ കണ്ടിട്ട് ഭയങ്കര ശരിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ പോയപ്പോൾ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ അയിലക്കറി തലേദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും റെഡിയാക്കിയിട്ടാണ് അമ്മ പോണത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു എനിക്ക്. പിന്നെ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാം, അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി, മോർണിംഗ് പരിപാടി അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബബ്ലുവിന് ഞാൻ വിചാരിച്ചു, അവൾ നേരത്തെ എടുത്ത് ശരിക്കും കഴിച്ചിട്ടില്ല, കളിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അവൾ കഴിച്ചില്ല. അവൾക്ക് ഞാൻ പിന്നെ നമ്മുടെ പഴം വാട്ടി കൊടുത്തു, അപ്പോൾ അത് കുറച്ച് കഴിച്ചു. പിന്നെ ഞാൻ ഡെയിലി രാവിലെ 1 ലിറ്റർ വെള്ളം ഫസ്റ്റ് തന്നെ കുടിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ചു. എന്നിട്ട് പിന്നെ ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്ത് അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് അവനൊക്കെ എടുത്ത് ഉറക്കി. എന്നിട്ട് പിന്നെ കിച്ചണിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് പാല് ഞാൻ കാച്ചി കുടിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചായ ഇടും. പാല് ഞാൻ കാച്ചിട്ട് അങ്ങനെ വെക്കും. കുറച്ചൊക്കെ ടൈം കഴിഞ്ഞിട്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ പാലെടുത്ത് കുടിക്കുകയുള്ളൂ. അതിന് മുന്നേ ഞാൻ പാൽ ചായ വെച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് പാൽ ചായ എടുത്തിട്ട് ഞാൻ കുടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് പാല്. എന്നിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വയ്ക്കുന്നുണ്ട്. എന്താ പറയുക, ഇന്ന് ഇത്രയൊക്കെ പണികൾ ഉണ്ടാവുള്ളൂ, അധികം ഒന്നും എനിക്ക് പണികൾ ഞാൻ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടൊരു 3 മന്തൊക്കെ അല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഡെയിലി റൊട്ടീൻസൊക്കെ. അങ്ങനെ ചായക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് ഞാൻ വെറുതെ പഞ്ചസാര ഇടാണ്ട് കുടിക്കും. ചായ ഞാൻ കുറച്ച് പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇടും. പിന്നെ 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ടിട്ട് ചായ വയ്ക്കുന്നുണ്ട്.
അടച്ചിടാൻ വെച്ചിട്ടാണ്. പുറത്തേക്ക് നോക്കിയാൽ നല്ല രസമായിട്ട് പച്ചപ്പായിട്ട് ഒരു പറമ്പ് ഫ്രീ ആയിട്ട് കിടക്കുന്നു. അവിടെ നല്ല രസമാണ്. പിന്നെ അങ്ങനെ പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് പ്രത്യേക വൈബാട്ടാ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ആ ചായ ചൂടാറുമ്പത്തിനും. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ആയി. ഞാൻ ഒരു 4 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പോയ കാരണം നല്ല സൈലൻ്റാണ് വീട്ടിൽ. ഞാനും ഉണ്ണി മാത്രം. ഉണ്ണി ഉറങ്ങല്ലേ നോക്കുകയാണ്. ചെക്ക് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ കസാലയിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുഡ് കഴിച്ച് തീർക്കണം. പിന്നെ കുറച്ച് നേരം റിലാക്സ് ആയിട്ട് കുറച്ച് നേരം കിടക്കും. പിന്നെ ഫോണിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ വിഷ്ണു വിളിക്കുമ്പോൾ സംസാരിക്കണം. ഉണ്ണിനടുത്ത് ഫീഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ പോകും. ഡ്രസ്സ് വാഷ് ചെയ്യണതാണ്. അമ്മ ഒന്നും ഇല്ലാത്ത കാരണം ഉണ്ണിയുടെ അടുത്ത് ഇരിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബൈ.